എന്നും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. സമാധാനത്തിൽ പോകുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പുതുവർഷം കാണാൻ കവിളേറുന്ന നാളത്തെ നേരം കേൾക്കാനും നേരം. രേണുസുതി സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നത്. ഇന്നലെ കൊല്ലം സുധിയുടെ 2ാമത്തെ ആണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചിട്ട് ഇപ്പോൾ 2 വർഷം തികഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീൽ തോന്നിയിട്ടുണ്ടായിരുന്നു. അലൻ ജോസ് പെരേര വൈകിട്ട് വീട്ടിൽ വന്നതിന് ശേഷം എൻ്റെ പൊന്നോ ഡാൻസ് വസ്കോഡ ഗാമ അതായത് ഇന്ന് റിലീസാണ്. ഛോട്ടാ മുംബൈ 18 വർഷത്തിന് ശേഷം കണ്ട് റിലീസ് ചെയ്യണം. അതിൻ്റെ ആഘോഷമാണോ എന്ന് എനിക്കറിയത്തില്ല. ആഘോഷമാണോ പ്രൊമോഷനാണോ എനിക്കറിയത്തില്ല. അവിടെ കിടന്നിട്ട് ആ മരണ വീട്ടിൽ കിടന്നിട്ട് മരണ വീട്ടിൽ ആ വീട്ടിലാണ് എല്ലാവരും അറിയാമല്ലോ. ആണ്ടൊക്കെ ആകുമ്പോൾ നമ്മൾ ഓർക്കും അന്നത്തെ ദിവസവും കാര്യങ്ങളൊക്കെ. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവരാണെങ്കിൽ നല്ല രീതിയിൽ വിഷമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദിവസമാണ്. അവിടെ വന്നിട്ട് ഈ കോപ്രായങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അതിന് കൈകൊട്ടാൻ രേണുസുതി. ഓക്കെ, എന്തായാലും നമുക്ക് ഈ പറയുന്ന രേണുസുതിയുടെ കരച്ചിലിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഈ ഒരു വീഡിയോ കാണുമ്പോൾ ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനി അഭിനയിക്കുവാണോ, ഇനി ഫസ്റ്റ് ടേക്ക് എടുത്താണോ, അങ്ങനെ കുറേ കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അവർ ആ ഒരു പള്ളിയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയായിട്ട് അവർക്ക് ഭയങ്കര ഫീലായ ഒരു സംഭവമാണ് സത്യം പറഞ്ഞാൽ. പിന്നെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ സ്പ്രേ കപ്പ് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ എന്തിനാ ഇതൊക്കെ കാണിക്കണം? എന്തിനാ ഈ മീഡിയാസിനൊക്കെ ഇങ്ങനെ വിളിച്ചു വരുത്തി ഒരുമാതിരി കോമാളിത്തരമാക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നു. ഇപ്പം മേളിൽ ഇരിക്കുന്ന സുധിയും വിചാരിക്കുന്നുണ്ടാവും എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്നുള്ള രീതിയിലാണ്. സീരിയസ്ലി എനിക്ക് അങ്ങനെ തോന്നുന്നു ഈ ഒരു കാര്യത്തിൽ. ഓക്കെ, ഞാൻ ഒരു വീഡിയോ വെച്ചുതരാം സ്പ്രേയുടെ. ലക്ഷ്മി നക്ഷത്രം സമ്മാനിച്ച ഗിഫ്റ്റാണ്. സ്പ്രേ പോലെ നല്ല കൂടിയ തുറന്നപ്പോഴേ സ്മെല്ല് ഇല്ല. അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല, ജസ്റ്റ് ഏട്ടന്റെ സ്മെല്ല്. ലക്ഷ്മി നക്ഷത്രയുടെ കാര്യം അവർ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ക്ലിപ്പും കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അന്വേഷിച്ചായിരുന്നു എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നു. ഇതിപ്പം ഈ ആണ്ട് നടക്കുന്ന സമയത്ത് ഈ മീഡിയക്കാരെയൊക്കെ വിളിച്ച് വരുത്തിയിട്ട് ഒരു കോമഡി പീസ് ആക്കുമല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. എനിക്കങ്ങനെ അത് തോന്നിയത്. ഭയങ്കര കോമഡി പീസ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യം പള്ളി വെച്ച ഒരു വീഡിയോ, അവർ കിടന്ന് വിഷമിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് കഷ്ടം തോന്നും നമുക്ക് സത്യം പറഞ്ഞാലോ. അപ്പം ഞാൻ തന്നെ ഇന്നലെ ആലോചിച്ച് ഇത്രയൊന്നും പറയണ്ടായിരുന്നു നമ്മളൊക്കെ കിടന്നിങ്ങനെ പറയുമ്പോഴേ. അത് കണ്ടിട്ട് ഞാൻ ആ വൈകിട്ട് ആ അലൻ ജോസ് പെരേരയും കൂടെ കണ്ടപ്പോൾ എൻ്റെ നെഞ്ചങ്ങടിച്ചു പോയി. എല്ലാവർക്കും ഇത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് ഞാൻ ആ ഒരു വീഡിയോ കാണിച്ചത് നിങ്ങൾക്ക്. എന്നും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. സമാധാനത്തിൽ പോകുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടുത്തെ ഓക്കെ, ഇന്ന് രാവിലത്തെ അതായിരുന്നു. പിന്നെ ഓട്ടോ ഇല്ല. പിന്നീടാണ് വീട്ടിൽ വന്നിട്ടുള്ള ചടങ്ങും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കിച്ചു വിളിക്കുന്നുണ്ട്. ഞാൻ ആ ഒരു വീഡിയോ കൂടെ ഒന്ന് വെച്ച് തരാം. കണ്ട് ചടങ്ങ് കഴിഞ്ഞില്ലേ വാവേ? കിച്ചു എന്തിയാടാ? കിച്ചുവിനെ ഒന്ന് വിളിച്ചേ. ആ ഓക്കെ. ശ്രീചാന്റെ ചേട്ടന്റെ മോളെ എന്നെ കുഞ്ഞെന്ന് വിളിക്കും. കിച്ചു ചടങ്ങായിരുന്നോടാ അവിടെ? ചടങ്ങ് കഴിഞ്ഞോ? ഉച്ച കഴിഞ്ഞ് മഴയില്ലെങ്കിൽ പോരെ? ആ നടക്കട്ടെ. ഇവർക്കൊക്കെ ഒരു ഹായ് പറഞ്ഞേക്കും എല്ലാവർക്കും. നിന്റെ അനിയൻ ഇവിടെ ഉണ്ട്, അകത്തുണ്ട്. പിന്നെ വിളിക്കാം കേട്ടോ. ഇവിടെ ഈ വീഡിയോ അങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷമാണ് അണ്ണൻ്റെ എൻട്രി, അലൻ ജോസ് പെരേര. ഓക്കെ, അണ്ണൻ്റെ ആ ഒരു വീഡിയോ കൂടെ നമുക്കൊന്ന് കാണാം.
ഓക്കെ. എന്തായാലും ഒരു വീട്ടിൽ വന്നിട്ട് കാണിക്കേണ്ട മര്യാദകളൊക്കെ കാണിച്ച് നല്ല കുഞ്ഞായിട്ട് നിന്ന് അവൻ്റെ അടുത്ത ഒരു എൻട്രിയും കൂടെ ഉണ്ട്. അതാണ് എനിക്ക് കൂടുതലും കൂടെ പുതുവർഷം കാണാൻ കവിളുന്ന നാളത്തെ നേരം കേൾക്കാനും നേരം ബാക്കി ഞാനിവിടെ വെക്കുന്നില്ല കേട്ടോ, നമ്മുടെ ചങ്കിടിച്ചു പോകും. എന്തായാലും രേണുസൂതിയാണെങ്കിൽ കൈകൊട്ടി പുള്ളിക്ക് ഭയങ്കര സന്തോഷമല്ലേ. രാവിലത്തെ പ്രകടനവും വൈകിട്ടത്തെ പ്രകടനം ഇത്രയേ ഉള്ളൂ. എത്രമാത്രം നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചെന്ന് പറഞ്ഞാലും അവര് നമ്മളെ വിട്ട് പോയി കുറെ കഴിയുമ്പം അതൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ. എത്ര വലിയ ആളായാലും ശരി, ജസ്റ്റ് ഒരു ഓർമ്മ മാത്രം. എന്നാലും ചില ആൾക്കാരൊക്കെ ഉണ്ട്, ചില ആൾക്കാരൊക്കെ ഉണ്ട്, അതും അപൂർവമായിട്ടുള്ള ചില ആൾക്കാരുകൾ മാത്രം ഇങ്ങനെ അത് മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. പക്ഷെ ഇവരുടെ കാര്യം ഞാൻ എഴുതി ഒപ്പിട്ടുതരാം. ഇവർക്ക് ഒരു ആത്മാർത്ഥതയില്ല, ഒരു തേങ്ങാക്കൊലയില്ല. അതെനിക്കിപ്പോൾ മനസ്സിലായി. ഓക്കെ, പിന്നെയും നമ്മുടെ ദയാ അച്ചു വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ ചേച്ചീനെ കുറിച്ച്. അതായത് ഒരു ഉടുപ്പില്ലാത്ത ആ ഷോട്ട് ഞാൻ വെച്ച് തരാം. ഇതെല്ലാം സുധിച്ചേട്ടന് വേണ്ടിയായിരിക്കും, വെച്ച് തരാം. ഈശ്വര, ഈ ആൽബത്തില് ഷർട്ടില്ല, ഇനി നെക്സ്റ്റ് ആൽബത്തില് പാന്റ് കാണത്തില്ല, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഷെഡിങ് കാണത്തില്ല ഗൈസ്. എല്ലാം പിന്നെ സുധിച്ചേട്ടന്റെ ആത്മാവിന് ഒരാശ്വാസം കിട്ടുമല്ലോ ഇതൊക്കെ കാണുമ്പോ എന്നാലോചിക്കുമ്പോ നമുക്കൊരാശ്വാസം. അയ്യോ, ഒന്നും പറയാൻ പാടില്ല കേട്ടോ. പിന്നെ ഇവരുടെ ആൽബത്തിൽ കെട്ടിപ്പിടുത്തില്ലാത്ത ഒരു രീതിയില്ല. നമ്മൾ എന്തോരം ആൽബങ്ങള് പണ്ടത്തെയൊക്കെ കണ്ടിട്ടുണ്ട്, അതിലൊന്നും ആ ഒരു സീനേ ഇല്ല. പക്ഷെ ഇവരുടെ ആൽബത്തിൽ പ്രത്യേകിച്ച് കെട്ടിപ്പിടുത്തവും ഉമ്മവയ്ക്കല്, പിന്നെ ഈ മറ്റേ ഹെവി കുക്ക് വെച്ച് കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് വിടത്തില്ലല്ലോ, അതുപോലെയാണ്. പിന്നെ ഇപ്പൊ പുതിയതായിട്ട് വന്നിരിക്കുന്നത് ഇപ്പൊ ഷർട്ടില്ല, നാളെ പാന്റ് കാണത്തില്ല, അതിന്റെ അടുത്ത് അടിയിലുള്ള ഷെഡ് വരെ കാണത്തില്ല ഗൈസ്. അടിപൊളി. എല്ലാം സുധിച്ചേട്ടന്റെ ആത്മാവ് കാണുന്നുണ്ടല്ലോ. അല്ലേ പറയാനുണ്ട്. സത്യം പറഞ്ഞാൽ ഇവരെ വില ഇവരെ തന്നെ കളഞ്ഞു കുളിക്കുക. മര്യാദക്കൊക്കെ നടന്നാൽ നിങ്ങൾക്ക് ഈ ഒരു റീച്ച് ബിഗ് ബോസും കൂടെ കഴിഞ്ഞാൽ പോവും. കൂടി വന്ന ഒരു 6 മാസം അതിനപ്പുറം ഈ റീച്ച് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിഗ് സുറയാവും. നിങ്ങൾ കേട്ടോ, ഇവിടെ റിയൽ ക്യാരക്ടർ അതിനകത്ത് പുറത്ത് വരും. റിയൽ ക്യാരക്ടർ വരാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, പിന്നെ ഈ ബിഗ് ബോസിനകത്ത് വരുന്നത് തന്നെ റിയൽ ക്യാരക്ടർ കാണിക്കണമെന്നില്ല. ചില ആൾക്കാർക്ക് മാനിപ്പുലേറ്റ് ചെയ്യും. കാരണം കളി പഠിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ട്രെയിനും ഒക്കെ പെട്ടു. ആൺപിള്ളേർക്കാണെങ്കിൽ നല്ല രീതിയിൽ പണി കൊടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മുടെ റിയൽ ക്യാരക്ടർ മറച്ചു വെച്ചിട്ട് അവിടെ പെർഫോമൻസ് ചെയ്യാൻ പറ്റും പരിധി വരെ. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.